ഹായ്. ഇപ്പോൾ ചാറ്റ് ജി പി ടി ഏത് കാര്യത്തിലും ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സലിന് ചാറ്റ് ജി പി ടി എക്സലിൻ്റെ VB സ്ക്രിപ്റ്റ് അതായത് കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കോഡിങ് അറിയാത്ത ആളാണ്, ചെറിയ ബേസിക് ഐഡിയ ഉള്ളൂവെങ്കിൽ ഞാൻ ഒരുപക്ഷെ തീരെ അറിയാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കോഡ് ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒരു ഡാറ്റ ഉണ്ട്, ഒരു എക്സലിൽ A1 മുതൽ നമ്മൾക്ക് J32 വരെ ഡാറ്റ ഉണ്ട്. നമ്മൾ പറയുകയാണ് ഇതിൽ ഒരുപാട് ബ്ലാങ്ക് സെല്ലുണ്ട്, ബ്ലാങ്ക് സെൽസ്. ഈ ബ്ലാങ്ക് സെല്ലൊക്കെ നമുക്കൊരു പ്രത്യേക കളർ വേണം. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് കളർ ചെയ്യുന്നതിന് പകരം നമ്മൾക്കൊരു കോഡ് വേണം, BB കോഡ്. അപ്പോൾ അത് ചാറ്റ് ജി പി ടി ഞാനിവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ചാറ്റ് ജി പി ടിൻ്റെ ഒരു വിൻഡോയിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ചാറ്റ് ജി പി ടിൻ്റെ വിൻഡോയിൽ ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്യാമെന്നല്ലോ. അതായത് നമുക്ക് J32 വരെ ഉണ്ട്, J32. അപ്പോൾ we have an Excel file. It contains data from A1 to J32, VBA to നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കാം. അതായത് ഇതിനെ പ്രോംപ്റ്റ് എന്ന് പറയാം. നമ്മൾ ഈ അടിച്ചു കൊടുക്കുന്നതിന്, അതായത് ചാറ്റ് ചെയ്യുന്നതിന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പ്രോംപ്റ്റ് എന്ന് പറയാം. അത് എത്രത്തോളം ക്ലാരിറ്റിയിൽ കൊടുക്കുന്നോ അത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം കൊടുക്കുക കളറൊക്കെ അമേരിക്കൻ ആയതുകൊണ്ടാണ് ചുവപ്പ് കാണിക്കുന്നത്. ഇത് നമുക്ക് അടിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അത് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഇവിടെ നെറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചോദിച്ചപ്പോൾ സെർട്ടൻലി യു ക്യാൻ യൂസ് ദ ഫോളോവിങ് ഉപയ കോഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. J2 പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ Alt F11 അടിച്ചിട്ട് കോഡ് ഇടുക, മോഡ്യൂളിൽ കോഡ് ഇടുക, Alt F8 അടിക്കുക, റൺ ചെയ്യുക. ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇവിടെ കോഡ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കോഡൊന്നും നോക്കുന്നില്ല, നമ്മളൊന്നും അറിയാത്ത ആളാണ്. നമ്മൾ വന്ന് Alt F11 അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Alt F11 അടിക്കുന്നു. ഇത് മുമ്പേ ഞാൻ ചെയ്തു വെച്ചൊരു കോഡാണ്, അത് ഒഴിവാക്കാണ്. മോഡ്യൂൾ അടിക്കുന്നു. ഓക്കെ, ഇൻസേർട്ടിൽ മോഡ്യൂളിൽ പോയി നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. ഇനി Alt F8 അടിക്കുക. Alt F8 അടിക്കുമ്പോൾ ഇതാ അവിടെ വന്നിട്ടുണ്ട് ചേഞ്ച് ബ്ലാങ്ക് സെൽസ്. റൺ ചെയ്താൽ മതി. ഇതിപ്പം ക്ലിയർ ആയിട്ട് ബ്ലാക്ക് റെഡ് ആ കളറായിട്ട് ബ്ലാങ്ക് സെൽസ് റെഡ് ആക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് കാര്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ആ റേഞ്ചിലേക്ക് പോവാം. Alt F11 അടിക്കാം, കോഡിലേക്ക് പോവാം. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് ആ കോഡ് നമുക്ക് അടിച്ചു തന്നു. നമ്മൾക്ക് അറിയില്ല, പക്ഷെ നമ്മൾക്ക് കോഡ് തന്നു. നമ്മളെ കാര്യം പർപ്പസ് നടന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ വീണ്ടും അത് കളറൊക്കെ മാറ്റാണ്. ഓക്കെ, നമ്മൾ അറിയാം ടെക്സ്റ്റ്. ഇതിലിപ്പോൾ ഇത് ടെക്സ്റ്റാണ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് അല്ല, ഇതൊക്കെ നമ്പറാണ്. ഇനി അതിൻ്റെ മുന്നിൽ ഒരു സിംഗിൾ കോട്ട് ഇടുന്നു, അതിനെ ടെക്സ്റ്റാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാണ് നമ്മൾക്ക് ഇത് കോഡ് ഫോർ ചേഞ്ചിങ് ബാക്ക്ഗ്രൗണ്ട് കളർ if the cell is text. അതായത് ചാറ്റ് ജി പി ടിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് തരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം പറയുന്നത്. ഗിവ് മി കോഡ് ഫോർ ചേഞ്ചിങ് ബാക്ക്ഗ്രൗണ്ട് കളർ ഇഫ് ദ സെൽ ഈസ് ടെക്സ്റ്റ് ആണെങ്കിൽ. ഓക്കെ, നമ്മൾ കൊടുത്തു നോക്കാം. തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയാം, ഇതിലൊരു എറർ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്യുന്നു. Alt F11 അടിക്കുന്നു. നമ്മൾ ആദ്യത്തെ കോഡ് വേണ്ട, നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇത് റീപ്ലേസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, Alt F8 അടിക്കുന്നു. അവിടെ തന്നെ റൺ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, എന്നാലും വേണ്ട. ചേഞ്ച് ടെക്സ്റ്റ്. ഇവിടെ എറർ കാണിച്ചിട്ടുണ്ട്. ഈസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എറർ കാണിച്ചിട്ടുണ്ട്. ചാറ്റ് ജി പി ടിൻ്റെ കോഡ് വർക്ക് ചെയ്തില്ല. ഓക്കെ, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് മുന്നേ. എനിക്കറിയാം അത് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു എറർ കിട്ടിയാൽ നമ്മൾ പറയുന്നത് ഈസ് ടെക്സ്റ്റ് റിസൾട്ട്സ് എറർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കാം, ഇത്ര സിമ്പിളായിട്ട് പറയുകയാണ്. ഈസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് യുവർ കറക്റ്റ് ഈസ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ BBA. ഇൻസ്റ്റഡ് യു ഷുഡ് യൂസ് വേരിയബിൾ ടൈപ്പ്. അതിനറിയാം
മാറിപ്പോയതാണെന്ന് നമ്മളെ പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യാണ്. ഓക്കെ, അവിടെ ഈ ടെക്സ്റ്റിന് പകരം അത് വേറൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്, വേരിയബിൾ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ മാറ്റം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി Alt F11 അടിക്കുന്നു. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്തു, ഓവർ റൈറ്റ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ തന്നെ റൺ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല റിസൾട്ട്. നമ്മൾ കാണാൻ പറ്റിയിട്ട് എളുപ്പത്തിൽ കാണാൻ പറ്റി ഇങ്ങനെയാണ് നല്ലത്. Alt F8 അടിക്കുന്നു, ചേഞ്ച് ടെക്സ്റ്റ്, അതായത് ഈ 34 മാറ്റണം, ഇതൊക്കെ ടെക്സ്റ്റാണ്. ഓക്കെ, റൺ, ഇതിന്മേലെ ടൈറ്റിൽ ഒക്കെ ടെക്സ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റാക്കി. ചില സമയത്ത് നമുക്ക് ചില കാൽക്കുലേഷൻ തെറ്റ് വരും. കാരണം നമ്മൾ എവിടെയെങ്കിലും 34 അടിച്ചിട്ട് നമ്മൾ 34 എന്നായിരിക്കും വിചാരിക്കുന്നത്, പക്ഷേ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും സിസ്റ്റം എടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ടെസ്റ്റ് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഈ ടെക്സ്റ്റിൻ്റെ കോഡൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഇത് ഒരു ഉപകാരത്തിനെത്തും. ഓക്കെ, നമ്മൾ വീണ്ടും കളർ മാറ്റുന്നു. നമ്മൾ മെർജ് ചെയ്യുന്നു, 2-3 സെല്ല് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മെർജ് ചെയ്യുന്നു. ഓക്കെ, ചില സമയത്ത് നമ്മളെ ഫിൽറ്റർ ഓപ്ഷൻ ഒന്ന് ഇട്ടാൽ മെർജ് സെല്ല് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ നമുക്ക് വലിയ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെയാണ് നമ്മുടെ റേഞ്ച് മെർജ് ചെയ്ത് എവിടെയാണെന്ന് മനസ്സിലാവില്ല. അപ്പം നമ്മളിവിടെ ഇത്രയും സ്ഥലത്ത് ഞാൻ ഒരു ചെറിയൊരു ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, മെർജ്ഡ് സെല്ല് എന്ത് ചെയ്യണം, നമ്മൾക്ക് അൺമെർജ് ചെയ്തിട്ടണം. നമ്മൾ വീണ്ടും ChatGPTയിലേക്ക് വന്നു. ഓക്കെ, അതേ മുകളിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വി നീഡ് എന്തുകൊണ്ട് ആ റേഞ്ചിൽ മെർജ് സെറ്റ് ടു ബി അൺമെർജ് ഇൻ ദാറ്റ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കോഡ് വരാണ്, നമുക്ക് നോക്കാം. കാര്യങ്ങൾ പറയുന്നത് വിശദീകരിക്കണം, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് റൺ ആക്കേണ്ടത്. Alt F11 അടിച്ചിടണം, Alt F8 നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. Alt F11 അടിക്കുന്നു, ആദ്യത്തെ കോഡ് വേണ്ട, മൊത്തം സെലക്ട് ചെയ്തു, അതിൻ്റെ മുകളിൽ Ctrl V അടിക്കുന്നു, റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് അൺമെർജ് ചെയ്യണം. ഓക്കെ, അൺമെർജ് ചെയ്യണം. Alt F8 അടിക്കുന്നു. ഇത് അവർ തന്നെ കൊടുത്ത ChatGPT ഇട്ട പേരാണ്, ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. ഇത് നമ്മൾ മാറിയിട്ടില്ല. അതിന് ശേഷമാണ് അതാണ് ChatGPTന്റെ മറ്റൊരു ChatGPTന്റെ ഇഷ്യൂ എന്നും പറയാം ഇതിനെ. അതായത് നമ്മൾ കോഡ് മാറ്റാലെന്ന്. അതെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, നേരത്തെ മെമ്മറിയിലുണ്ട് എന്താ ചെയ്തെന്നുള്ളത്, അതുകൊണ്ടാണ് അത് ആ രീതിയിൽ പോകുന്നത്. നമ്മൾ മൊത്തം ChatGPTന്റെ മൊത്തം ക്ലിയർ ചെയ്യണം. നമ്മൾ ക്ലിയർ ചെയ്യുന്നു, അതല്ലെങ്കിൽ അത് ആ മെമ്മറിയിൽ വെച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം ChatGPT റിസൾട്ട് ചെയ്തത്. അപ്പം നമ്മൾ പറയുന്നത് വി ഹാവ് ആൻ എക്സൽ വിത്ത് ഡാറ്റ ഫ്രം A1 to J32. Need a VBA to unmerge cells in that range. അങ്ങനെ പറഞ്ഞതോ. നെറ്റിൻ്റെ സ്പീഡ് കൊണ്ടാണ് സ്ലോ വരുന്നത്, നെറ്റ് ഇഷ്യൂ കൊണ്ടാണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്, കോപ്പി അടിക്കുന്നു. നേരത്തെ അതിൻ്റെ മെമ്മറിയിൽ ആദ്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് വിചാരിക്കുന്നത് ഇതെല്ലാം ആവശ്യമുള്ളതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അവിടെ തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടില്ല. ഓക്കെ, ആ മെമ്മറിയിൽ നിന്ന് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് കോഡ് കൊടുത്തു. ഇതിപ്പോൾ ഇത്രയും ആണ് മെർജ്ഡ് ആയിട്ടുള്ള റേഞ്ച് ഉള്ളത്. ശ്രദ്ധിക്കുക, അത് അൺമെർജ് ആക്കാനാണ് കൊടുക്കുന്നത്. Alt F8 അടിക്കുന്നു, റൺ ചെയ്യുന്നു. അൺമെർജായി. സംഭവം മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഞാൻ ഒന്നും കൂടി മെർജ് ചെയ്യണം. അൺമെർജ് ആയിട്ടുണ്ട്, പക്ഷെ മനസ്സിലാകാത്തതാണ്. അൺമെർജ് ആയിട്ടുണ്ട്, അൺമെർജായി. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഫിഗർ അടിക്കുന്നു, 5 നടിക്കാം അല്ലെങ്കിൽ ഓക്കെ 5 ഒരു വലിയ ഫോണ്ടിനാക്കാം. ഓക്കെ, വീണ്ടും ആ കോഡ് അടിച്ച് നോക്കാം. കാരണം ഈ 5 എന്ന് പറയുന്നത് ഇതിലേക്ക് പോകും, ഫസ്റ്റ് കോളത്തിലേക്ക് പോകണം മെർജ് ആകുമ്പോൾ അല്ലേ. Alt F8 അൺമെർജ്, ക്ലിയറായി, മെർജ് ആകുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പം ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോഡിങ് അറിയില്ലെങ്കിലും നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ChatGPT പവർഫുള്ളാണ്. ചില തെറ്റ് വന്നാൽ, നമ്മൾ നേരത്തെ ഈസ് ടെക്സ്റ്റ് തെറ്റ് വന്നപ്പം നമ്മൾ ഈസ് ടെക്സ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം ഓക്കെ അത് ശരിയില്ല, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് തരാണ്. അപ്പം ChatGPT എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ChatGPT ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വി ബി എ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യണം. ഇതിപ്പോൾ ഗൂഗിൾ സെർച്ചിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചോദിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്നിരിക്കുന്നു.